പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഈ നിമിഷം നിൽക്കാൻ സാധിച്ചതിന്, ദൈവം അനുവദിച്ചതിന് ആദ്യം തന്നെ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി ബാബു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകളുടെ ജീവിതത്തിൽ അത്യാവശ്യമായൊരു ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ വന്ന് 13/6/2023 ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ഓൾറെഡി 4 മക്കളുണ്ട്. മൂത്തതൊരു പെൺകുട്ടി, പിന്നീട് 3 ആൺകുഞ്ഞുങ്ങൾ. അവൾ 5ാമത്തെ പ്രഗ്നൻ്റായി. വളരെ അപ്രതീക്ഷിതമായ സമയത്ത് അവൾക്ക് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഉടൻ വേണമെന്നുണ്ടായിരുന്നില്ല. കാരണം മൂത്ത കുട്ടിക്ക് 8 വയസ്സായിട്ടുള്ളൂ, താഴെയുള്ള കുഞ്ഞിന് 2.5 വയസ്സ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയാൽ ഈ കുഞ്ഞിനെ വളർത്താൻ അവർ ആഗ്രഹിച്ചു. അത് തുടർന്നു. പക്ഷേ 3 മാസത്തിനുള്ളിൽ ഈ കുഞ്ഞിന് 2 കണ്ടീഷൻ ഉണ്ടായി. ഒന്ന്, ബവൽ എക്കോജനിസിറ്റി, അതായത് ബവൽ ബ്ലോക്ക്. പിന്നെ കൊറോയിഡ് പ്ലക്സസ് സിസ്റ്റ്, അതായത് ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥ തലയിൽ. അങ്ങനെ അവർ ഒത്തിരി വിഷമത്തിലായി, ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് അതായത് അതിനെ അബോർട്ട് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്കാണ് അഡ്വൈസ് ചെയ്തത്. പക്ഷേ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ, ഈ ഫ്ലൂയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈഡ്രോകഫാലസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ തല വലുതാകും. ആ ഒരു കണ്ടീഷനാണ്. നമുക്കാർക്കും അഫോർഡ് ചെയ്യില്ലല്ലോ ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ. പക്ഷെ നല്ല ദൈവം അതിലിടപെട്ടു. പരിശുദ്ധ അമ്മ ഇടപെട്ടു. ഞാൻ 13/6/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. എങ്കിലും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന തുടർന്നു. ഉടമ്പടി പ്രാർത്ഥന എല്ലാം അതിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ അനുവർത്തിച്ചു കൊണ്ട് പോന്നു. 35ാമത്തെ ആഴ്ചയിൽ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കുഞ്ഞ് നോർമൽ. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് വെരി നോർമൽ, ഒരു കുഴപ്പമില്ല. അങ്ങനെ 35ാമത്തെ ആഴ്ചയിൽ നമ്മൾ നന്ദി പറഞ്ഞ് ജപമാല എത്തിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പക്ഷെ അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ മറ്റൊരു കണ്ടീഷനും കൂടി കുഞ്ഞിനുണ്ടായിരുന്നു. അത് വലിയ കോംപ്ലിക്കേഷനല്ല, നമുക്ക് സിസേറിയൻ ചെയ്യാം. പക്ഷേ 4 പ്രഗ്നൻസിയും നോർമൽ ഡെലിവറി ആയ എൻ്റെ മകൾക്ക് നമ്മൾ 5ാമത്തെയും നോർമൽ ഡെലിവറി ആണെന്നല്ലേ ആഗ്രഹിക്കുക. ഈ കുഞ്ഞിൻ്റെ തല മുകളിലും ബട്ടക്ക് താഴെയുമായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു, അഡ്വൈസ് ചെയ്തു, 36 വീക്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുക. അപ്പോൾ എക്സ്റ്റേണൽ റൊട്ടേഷൻ ചെയ്യാമെന്ന്, അതായത് കുഞ്ഞിനെ പുറത്തുനിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട്, അങ്ങനെ കുഞ്ഞിൻ്റെ തല താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ഉടൻ തന്നെ സിസേറിയൻ ചെയ്യണം. അപ്പോൾ തിയേറ്റർ റെഡി, ടേബിൾ റെഡി, ഡോക്ടർ റെഡി, എവറിത്തിങ് ഈസ് റെഡി. അങ്ങനെയുള്ളൊരു കണ്ടീഷനായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ജപമാലയിലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ, അമ്മേ, ഡോക്ടറിൻ്റെ കൈ ഈ ശരീരത്തിൽ തൊടുന്നതിന് മുമ്പ് നീ കുഞ്ഞിനെ തിരിച്ചു തരണോട്ടോ, കുഞ്ഞിനെ തല താഴേക്ക് ആക്കി തരണോട്ടോ എന്ന് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മകളെ തലേ ദിവസവും അവളെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്തതാണ്. നമ്മൾ എക്സ്റ്റേണൽ പാൽപ്പേഷൻ ചെയ്തതായിരുന്നു. കുഞ്ഞിൻ്റെ തല മുകളിൽ തന്നെയായിരുന്നു. അങ്ങനെ അവളെ ടേബിളിൽ കിടത്തി സിസ്റ്റർ ജെല്ല് തേച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞ് ആനിമേഷൻ പോലെ, അല്ലെങ്കിൽ അറബിക്കടൽ ഇളകി വരണ പോലെ ഈ കുഞ്ഞ് അവിടെ നിന്ന് കുതിച്ച് താഴേക്ക് വന്നു.
ഡോക്ടറിൻ്റെ കൈ തൊടാനായിട്ട് ദൈവം സമ്മതിച്ചില്ല, പരിശുദ്ധ അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി 13-ാം തീയതി സെപ്റ്റംബറിൽ അവൾ ദൈവകൃപയാൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 3 കിലോ 50 ഗ്രാമുള്ള കുഞ്ഞ്. തല നോർമൽ, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു, ഓഡിയോ ചെയ്തു, എല്ലാം ചെയ്തു. വെരി നോർമൽ ചൈൽഡ്, വെരി നോർമൽ ബേബി. ദൈവകൃപയാൽ ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തത് പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ജീവിതം മുഴുവനും പറഞ്ഞാൽ തീരല്ലാത്ത സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം പറയുകയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് ഞാൻ പോണു. ഞാൻ ഒന്ന് പുറത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നു. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് വെച്ചാൽ 1 വർഷം 8 മാസം. അതും അമ്മയുടെ ഇടപെടൽ കാരണം. ഉടൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ അമ്മ ഇടപെട്ടിട്ട് അമ്മ ആയുസ് കൊടുത്തു. 1 വർഷം 8 മാസം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. എന്നിട്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകണു. അപ്പോഴാണ് നമ്മളുടെ ബിൽഡിംഗ് ടാക്സ്, നമുക്ക് ഒത്തിരി ബിൽഡിംഗ് ടാക്സ് വന്നിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾ 12,000 കൊടുത്തിരുന്ന അത് ഈ പ്രാവശ്യം 66,660 ആണ് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നീ ഇടപെടണം കേട്ടോ. അങ്ങനെ പറഞ്ഞു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനാൽ അത് അവർ വീണ്ടും ഫയൽ ചെക്ക് ചെയ്തു. അങ്ങനെ അത് 10,000 ആക്കിയിട്ട് എനിക്ക് അമ്മ ചെയ്തു തന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി അനുഗ്രഹങ്ങളിൽ കൂടെ, ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ നടത്തുന്ന ഈ ജീവിതം വീണ്ടും ഓരോ നിമിഷവും നേരം പുലരാൻ കാത്തിരിക്കും. വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് കൂടി ആയിരിക്കാൻ ആ ഒരു അതിയായ ആഗ്രഹം, അത് നിലനിൽപ്പിൻ്റെ വരം തന്ന് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പോൾ അങ്ങനെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. ദൈവത്തിന് നന്ദി, ഈ ആലയത്തിന് നന്ദി, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ച നല്ല ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ജപമാല റാണി ആവേ ആവേ ആവേ